ഇൻസിഡൻസ് മാട്രിക്സ്. അപ്പോൾ ഇൻസിഡൻസ് മാട്രിക്സ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം? അപ്പോൾ എന്താണ് ഈ ഇൻസിഡൻസ് മാട്രിക്സ്? എ മാട്രിക്സ് ഇൻ വിച്ച് ഗിവ്സ് ദ ഇൻഫോർമേഷൻ ദാറ്റ് ഇൻ വിച്ച് ബ്രാഞ്ച് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് വിച്ച് നോഡ്. അതായത് നമുക്കൊരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ബ്രാഞ്ച് ഏതൊക്കെ നോഡ്സിൽ ഇൻസിഡൻ്റ് ആവുന്നുണ്ട്, പിന്നെ അതെങ്ങനെയൊക്കെയാണ് ഇൻസിഡൻ്റ് ആവുന്നത്, അതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ തരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഇൻസിഡൻസ് മാട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇൻസിഡൻസ് മാട്രിക്സിനെ നമ്മൾ മാട്രിക്സ് AI എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n/b ആയിരിക്കും. n മീൻസ് നമ്പർ ഓഫ് നോഡ്സ്, b എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഇനി അപ്പോൾ n നമ്പർ ഓഫ് റോസും b നമ്പർ ഓഫ് കോളംസും ഉണ്ടായിരിക്കും. അതായത് എത്ര നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടോ അത്രയും റോസും, എത്ര നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും കോളംസും ഉണ്ടായിരിക്കും ഈ ഇൻസിഡൻറ്റ് മാട്രിക്സിന്. ഇനി ഈ ഇൻസിഡൻറ്റ് മാട്രിക്സ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 3 റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ഇനി നമ്മളൊരു മെട്രിക്സിലെ എലമെൻസിനെ എപ്പോഴും മെട്രിക്സ് എങ്ങനെ നമ്മൾ എഴുതാം? A11, A12, A13 എക്സെട്ര A1n എന്ന് പറയും. സെക്കൻഡ് റോ ആകുമ്പോൾ A21, A22 അല്ലേ? സെക്കൻഡ് റോ ആകുമ്പോൾ എപ്പോഴും ഈ റോ നമ്പർ സെയിം ആയിട്ട് നിൽക്കും. ഫസ്റ്റ് റോ ആയിരുന്നപ്പോൾ കണ്ടില്ലേ, റോ നമ്പർ 1 ആയിട്ട് നിന്നു. A23 എക്സെട്ര A2n അങ്ങനെ എക്സെട്ര എത്ര നമ്പർ ഓഫ് നോട്ട്സോ എത്ര നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും. ഇനി സോ ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് AIJ. അതായത് ith കോളം jth റോയിലുള്ള എലമെൻറ്റ് സ്മോൾ a. AIJ equal to 1. AIJ equal to 1 when branch is away from the branch J. അല്ലേ, ഇവിടെ J ആണ് നമ്മുടെ ബ്രാഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബ്രാഞ്ച് J is away from the node I. From node I. അപ്പോൾ I എന്ന് പറഞ്ഞ നോഡിൽ നിന്നും J എന്ന് പറഞ്ഞ ബ്രാഞ്ച് away ആണെങ്കിൽ, അതായത് ആ നോഡിൽ നിന്നും പോവുകയാണെങ്കിൽ, പോകുന്ന ഔട്ട് ഗോയിങ് ആണെന്നുണ്ടെങ്കിൽ AIJ എന്ന് പറഞ്ഞ എലമെൻറ്റ് 1 ആവും. സെക്കൻഡ് വൺ AIJ equal to -1 when J is towards I. അപ്പോൾ J എന്ന് പറയുന്ന ബ്രാഞ്ച് I എന്ന് പറയുന്ന നോഡിലേക്ക് വരികയാണെങ്കിൽ ആ എലമെൻറ്റ് -1 ആയിരിക്കും. തേർഡ് വൺ AIJ equal to 0. 0 ആണെന്നുണ്ടെങ്കിൽ J is not incident at I. അതായത് J എന്ന് പറഞ്ഞ ബ്രാഞ്ച് I എന്ന് പറഞ്ഞ നോഡായിട്ട് ഒരു റിലേഷനും ഇല്ലെങ്കിൽ, അതായത് അതിലേക്ക് വരികയോ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല, ആ ബ്രാഞ്ച് ആ നോഡായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിലാണത് ആ എലമെൻറ്റ് 0 ആയിരിക്കും. ഇതാണ് ഈ 3 റൂൾസ്. അപ്പോൾ ഈ റൂൾസ് വെച്ചിട്ടാണ് നമ്മളൊരു ഇൻസിഡൻറ്റ് മാട്രിക്സിനെ ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഓറിയൻറ്റഡ് ഗ്രാഫാണ്. ഫോർ എക്സാമ്പിൾ ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 നോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാട്രിക്സ് AI എഴുതി നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് താഴേക്ക് വരുന്നുണ്ട്. അല്ലേ, 4 നോഡ്സ് ഉണ്ട്. സോ 4 റോ ഉണ്ടാവും. 1 2 3 4 എൻ്റെ നോഡ്സാണ്. ഇനി ബ്രാഞ്ചസ് എത്ര ഉണ്ടോ അത്രയും കോളംസ് ഉണ്ടായിരിക്കും. 5 ബ്രാഞ്ച് ഉണ്ട്. 1 2 3 4 5 ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. ഞാൻ ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കാം. ഫസ്റ്റ് നോഡും ഫസ്റ്റ് ബ്രാഞ്ചും കൂടെ ഉള്ള റിലേഷനാണ് ഫസ്റ്റ് എലമെൻറ്റ് A11 തരിക. അപ്പോൾ ഫസ്റ്റ് നോഡ് നോക്കുക, ഫസ്റ്റ് ബ്രാഞ്ച് നോക്കുക. ഫസ്റ്റ് നോഡിൽ നിന്നും ഫസ്റ്റ് ബ്രാഞ്ച് ഗോ എവേ ആണ് അല്ലേ, പോകുന്നത് നോഡിൽ നിന്ന് എവേ ആണ്. സോ 1 ആയിരിക്കും ആ എലമെൻറ്റിൻ്റെ വാല്യൂ. ഇനി ഫസ്റ്റ് നോഡും സെക്കൻഡ് ബ്രാഞ്ചും നോക്കുക. ഫസ്റ്റ് നോഡ് സെക്കൻഡ് ബ്രാഞ്ച് ഇത്. ഫസ്റ്റ് നോഡും സെക്കൻഡ് ബ്രാഞ്ച് തമ്മിലൊരു കണക്ഷനും ഇല്ല, കാരണം സെക്കൻഡ് ബ്രാഞ്ച് കണക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് നോഡിലേക്കാണ്. സോ ആ എലമെൻറ്റ് 0. ഇനി ഫസ്റ്റ് നോഡും തേർഡ് ബ്രാഞ്ചും
അതും കണക്ഷൻ ഇല്ല. ഫസ്റ്റ് നോഡും ഫോർത്ത് ബ്രാഞ്ചും കണക്ഷൻ ഇല്ല. ഫസ്റ്റ് നോഡും ഫിഫ്ത്ത് ബ്രാഞ്ചും അതും ഗോ എവേ ആണ്. അപ്പോൾ അത് +1. അപ്പോൾ ഏതൊക്കെയാണോ കണക്ഷൻ ഉള്ളത് അത് മാത്രം നോക്കിയാൽ മതി, അല്ലാത്തൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് 0 ഇടാം. ഇനി നമ്മൾ നോക്കണ്ട. അപ്പോൾ ആദ്യം ഒരു നോഡിൻ്റെ മാത്രം കൺസിഡർ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചിൻ്റെ മാത്രം നോക്കി എഴുതാം. അതിൽ എളുപ്പം ഒരു നോഡ് മാത്രം നോക്കി എഴുതുന്നതായിരിക്കും. ഇനി സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് റോ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് നോഡ്. ഈ സെക്കൻഡ് നോഡിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് 1ഉം 2ഉം 4ഉം ആണ്. എനിക്ക് 3യുടെയും 5ൻ്റെയും അവിടെ ഡയറക്റ്റ്ലി 0 ഇടാം. ഇത് നോക്കാം. സെക്കൻഡ് നോഡിലേക്ക് ഫസ്റ്റ് ബ്രാഞ്ച് ഇൻകമിങ് ആണ്, സോ അത് -1. ഇനി സെക്കൻഡ് ബ്രാഞ്ചിലേക്ക് നിന്ന് സെക്കൻഡ് നോഡ് ഗോ എവേ ആണ്. അപ്പോൾ അത് സെക്കൻഡ് നോഡിൽ നിന്ന് സെക്കൻഡ് ബ്രാഞ്ച് ഗോ എവേ ആയതുകൊണ്ട് അത് +1. ഇനി സെക്കൻഡ് നോഡിൽ നിന്ന് ഫോർത്ത് ബ്രാഞ്ച് ഗോ എവേ ആണ്, അപ്പോൾ അത് +1. ഇനി തേർഡ് നോഡ് നോക്കാം. തേർഡ് നോഡിലേക്ക് സെക്കൻഡ് ബ്രാഞ്ചും തേർഡ് ബ്രാഞ്ചുമാണ് കാണിച്ചത്. ബാക്കിയെല്ലാം നമുക്ക് 0 ഇടാം. സെക്കൻഡ് ആൻഡ് തേർഡ് ഒഴിക്കുക കേട്ടോ. 4, 5 നമുക്ക് 0 ഇടാം. ഇനി തേർഡ് ബ്രാഞ്ചിലേക്ക് തേർഡ് നോഡിലേക്ക് സെക്കൻഡ് ബ്രാഞ്ച് ഇൻകമിങ് ആണ്, അപ്പോൾ അത് -1. തേർഡ് ബ്രാഞ്ച് ഔട്ട് ഗോയിങ് ആണ്, അത് +1. ഇനി ഫോർത്ത് നോഡ് നോക്കാം. ഫോർത്ത് നോഡിലേക്ക് കണക്റ്റഡ് അല്ലാത്തത് 1ഉം 2ഉം ആണ്, അപ്പോൾ രണ്ടും 0 ഇട്ടു. ഇനി തേർഡ് ബ്രാഞ്ച് അതിലേക്ക് ഇൻകമിങ് ആണ്, അത് -1. ഫോർത്ത് ബ്രാഞ്ച് ഇൻകമിങ് ആണ്, -1. ഫിഫ്ത്ത് ബ്രാഞ്ച് ഇൻകമിങ് ആണ്, -1. അപ്പോൾ നമ്മൾ ഫുൾ നമ്മുടെ മാട്രിക്സ് AI അല്ലെങ്കിൽ ഇൻസിഡൻസ് മാട്രിക്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഈ ഇൻസിഡൻറ്റ് മാട്രിക്സിൻ്റെ 2 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഇൻസിഡൻറ്റ് മാട്രിക്സ് കറക്റ്റ് ആണോ എന്നറിയാൻ നമുക്ക് ആ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് algebraic sum of all the entries in the column should be, in each column should be 0. അപ്പോൾ sum of entries in each column equal to 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം. 1 - 1 ആഡ് ചെയ്യുമ്പോൾ 0. ഇവിടെ 1 - 1 ആഡ് ചെയ്യുമ്പോൾ 0. തേർഡ് കോളത്തിൽ 1 - 1 0. ഫോർത്ത് 1 - 1 0. ഫിഫ്ത്ത് 1 - 1 0. അപ്പോൾ ഓരോ കോളം ഇൻഡിവിജ്വലി എടുത്ത് ആഡ് ചെയ്യുമ്പോൾ എൻട്രീസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a closed instance matrix determinant of a closed loop incidence matrix equal to 0. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഫുൾ ഗ്രാഫിനുള്ള ഇൻസിഡൻറ്റ് മാട്രിക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് വരുന്ന ഒരു പോർഷൻ്റെ മാത്രം ഇൻസിഡൻറ്റ് മാട്രിക്സ് എഴുതി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ 0 വരണം എന്നാണ് സെക്കൻഡ് പ്രോപ്പർട്ടി വരണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കിയേ 1 2 4. ഈ 1 2 4 എന്നുള്ള മൂന്ന് നോട്ട്സും കൂടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. 1 4 5 ബ്രാഞ്ചസ് ഉള്ളത്. നമുക്കത് മാത്രം എടുത്ത് നോക്കാം. ഇൻസ്റ്റൻസ് മാട്രിക്സിൻ്റെ തന്നെ ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് ഞാൻ നോക്കുകയാണ്. ബ്രാഞ്ച് മാട്രിക്സ് ഞാൻ നോക്കുകയാണ്. 1 2 4 എന്നുള്ള നോട്ട്സ് കണക്റ്റഡ് ഉണ്ട്. അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് 1 4 5. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 1 2 4ഉം 1 4 5ഉം കൂടെ വരുന്ന കോയിൻസൈഡ് ചെയ്യുന്ന ആ ഒരു മെട്രിക്സ് മാത്രം, ആ ഒരു പോർഷൻ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യും. നോക്കിയേ
ഫസ്റ്റ് നോഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ 1, 4, 5 കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. 1ന് 1 കറസ്പോണ്ടിങ് 1 ഉണ്ട്, 4ന് കറസ്പോണ്ടിങ് 0, 5ന് കറസ്പോണ്ടിങ് 1 ഉണ്ട്. ഇനി അതേപോലെ നോക്കാം 1, 2. സെക്കൻഡ് റോയിൽ -1, 1, 0. ഫോർത്ത് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, -1, -1 നേടും. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് കണ്ടു നോക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് AI. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് റോ കറസ്പോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു അല്ലേ 1 ഇൻറ്റു ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും എലിമിനേറ്റ് ചെയ്ത് കോളം എലിമിനേറ്റ് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു -1, -1 മൈനസ് 0 ഇൻറ്റു -1 അത് 0 ആയിപ്പോയി. ഇനി ഇവിടെ 0 ആണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കേണ്ട കാര്യം, കാരണം ഫ്രണ്ടിൽ ഇൻറ്റു 0 വരുന്ന കാരണം അത് ക്യാൻസൽ ആയിപ്പോകും. സോ ഇത് പ്ലസ് നമ്മൾ ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ എലമെൻറ്റിന് പ്ലസ് എടുക്കും, രണ്ടാമത്തെ എലമെൻറ്റ് നെഗറ്റീവ്, മൂന്നാമത്തെ എലമെൻറ്റ് അഗെയിൻ പ്ലസ് ആണ്. +1 ഇൻറ്റു അഗെയിൻ ഈ തേർഡ് എലമെൻറ്റ് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ +1 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. സോ ഈ ഫസ്റ്റ് റോയും തേർഡ് കോളം പോയി ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -1 ഇൻറ്റു -1 +1 -1 ഇൻറ്റു 0 0. ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ എത്ര വരും? 1 ഇൻറ്റു -1 -0 -1 1 ഇൻറ്റു -1 -1 പ്ലസ് 1 ഇൻറ്റു 1 1 ആൻസർ 0. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് ഇൻസിഡൻറ്റ് മാട്രിക്സ് വിൽ ബി 0. ഇത് രണ്ടുമാണ് ഇൻസിഡൻറ്റ് മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾ. ഇനി ഈ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ്. റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സിന് നമ്മൾ ക്യാപിറ്റൽ A എന്നാണ് ഡിനോട്ട് ചെയ്യുക. റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റിമൂവിങ് any one row of the ഇൻസിഡൻസ് മാട്രിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇൻസിഡൻസ് മാട്രിക്സ് ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈനിങ് മാട്രിക്സിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ A എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു റോയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. നേരത്തെ ഇൻസിഡൻസ് മാട്രിക്സിൻ്റെ ഓർഡർ n/b ആയിരുന്നു. സോ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n-1/b. അപ്പോൾ റോ ഒന്ന് കുറവാണ് അല്ലേ? അപ്പോൾ എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടോ അതിനേക്കാൾ ഒന്ന് കുറവായിരിക്കും ഇതിലെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്. സോ n-1 ഇൻറ്റു b n-1/b എന്നായിരിക്കും റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ പ്രോപ്പർട്ടീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ ഒരു മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസ് മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാക്കാം. അതുപോലെ ഒരു ഇൻസിഡൻസ് മാട്രിക്സ് കംപ്ലീറ്റ് അല്ലാതെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്, അതായത് സം ഓഫ് ഈച്ച് എൻട്രീസിനെ ഈച്ച് കോളം ഷുഡ് ബി 0 എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കുക. ഓരോ കോളം ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നില്ലെങ്കിൽ അതിന് 0 ആക്കാൻ വേണ്ടി എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ 0 ഓൾറെഡി ഉണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട, 0 ആഡ് ചെയ്താൽ മതി. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസിഡൻസ് മാട്രിക്സ് എന്താ പറയുക ബിൽഡപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇൻസിഡൻസ് മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന് ഗ്രാഫ് വരയ്ക്കാനും പറ്റണം. അതുപോലെ ഗ്രാഫ് തന്നാൽ നേരെ തിരിച്ച് ഇൻസിഡൻസ് മാട്രിക്സ് എഴുതാനും പറ്റണം. നമ്മൾ ആദ്യം നോക്കിയ എക്സാമ്പിളിൽ ഗ്രാഫ് തന്നിട്ട് ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാക്കായിരുന്നു. ഇനി നേരെ മറിച്ച് ഇൻസിഡൻസ് മാട്രിക്സ് തന്നാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. അതുപോലെ ഒരു റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് തന്നിട്ട് അതിൽ നിന്ന് ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് റൂൾ അനുസരിച്ച് ഇൻസിഡൻസ് മാട്രിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 തരത്തിലുള്ള പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇൻസിഡൻസ് മാട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം നോക്കി നോക്കാം.